നമസ്കാരം, ഏവർക്കും കുരട്സ്മാനുടെ ഈദ് സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കുരട്സ്മാനുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ഈദ് ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ ഈദ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫലൂഡയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല അടിപൊളി ഫലൂഡയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു ലക്ഷ്മി ബേക്കറി എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ട്. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ആദ്യം തന്നെ സേവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മുടെ ഈ ഫലൂഡയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, ചെറിയ ചൂടുള്ളപ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഫലൂഡയുടെ സേവ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം നമ്മൾ കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കണം. കാരണം അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ സാധനം ശരിയാവില്ല. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അവസാനം ഇതിപ്പോൾ ഒരു 1/2 ഭാഗം ഉണ്ടെങ്കിൽ 1/2 ഭാഗം മിക്സ് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത് ഉണ്ടെങ്കിൽ ചെറുതീയിൽ നമ്മളിങ്ങനെ ഇളക്കി അതിനൊരു ഏകദേശം ഒരു എന്താ പറയുക ഒരു 1/4 ഭാഗം വരെ ആക്കിയെടുക്കണം. അപ്പം ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം ചെറു തീയിൽ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി പോകും കേട്ടോ. അതുകൊണ്ട് ചെറു തീയിലിട്ടിട്ട് വേണം നമ്മൾ ഈ സാധനം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചാൽ ഈ സേവിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ ഇതിനകത്ത് റോസിൻ്റെ ഫ്ലേവറുള്ള ഒരു മിക്സ് ആയിരുന്നു ഇത്. അപ്പോൾ നല്ല മണമാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. ഇത് ഫലൂഡയുടെ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ സംഭവം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഈ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുണ്ട്, 1/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പം ഈ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കണം. എന്നിട്ടിത് ആ തീ ഇരിക്കുന്ന ആ അടുപ്പിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇളക്കി എടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. അപ്പം അതിനകത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം, ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം, പിന്നെ ഗ്ലേസ്ഡ് ചെറി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചെറി, പിന്നെ കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിങ്ങ, പിന്നെ ഈ മാർമലേഡ് വാങ്ങിക്കാൻ കിട്ടും, ഓറഞ്ചിൻ്റെ മാർമലേഡാണ്, പിന്നെ ബ്ലാക്ക് കറൻറ്റ്, പിന്നെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ ഇതോടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്കാവട്ടെ. ഇനിയിപ്പം നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഏകദേശം 1/4 കപ്പ് നമ്മളുടെ മാതള നാരങ്ങ, പിന്നെ ആപ്പിളും, പിന്നെ സ്ട്രോബെറിയും ബനാനയും, പിന്നെ ഗ്രേപ്സും മാംഗോയും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നുവെച്ചാൽ ഇത് ഇളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അവോക്കാഡോ ഇട്ടിട്ട് ഇളക്കില്ല. അവോക്കാഡോ ഇട്ട് ഇളക്കിക്കഴിഞ്ഞാൽ അത് നന്നായിട്ടങ്ങ് ഒരുമിച്ചായിപ്പോൾ അപ്പോൾ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അവസാനം ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അവോക്കാഡോ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒരു 1/4 കപ്പോളം അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു 1/4 കപ്പോളം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മധുരത്തിന് വേണ്ടി വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ ലക്ഷ്മി ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫലൂഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് മാത്രമല്ല, പല തരത്തിലുള്ള ഫ്രൂട്ട്സ് അതിനകത്ത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കൊട്ടാരക്കര വഴി പോവുകയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ ആ കടയിൽ കയറി അത്യാവശ്യ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്കണം. നല്ല ബേക്കറിയാണ്. അപ്പം അഭിപ്രായം വെച്ചിട്ട് നല്ല അടിപൊളി ബേക്കറിയാണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ അവിടെ കിട്ടും. ഞാനിപ്പോൾ 4 വർഷമായി വന്നിട്ട്, എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴും അവിടുത്തെ ടേസ്റ്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം വേണം. ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ
തീർച്ചയായും അത് ട്രൈ ചെയ്ത് ഇതിനകത്ത് ഒഴിച്ച് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ലെയറായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസിനകത്ത് നമ്മുടെ ഈ ടുക്മാറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്കസ് ഉണ്ടല്ലോ, അതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആപ്പിളിൽ ചെയ്തിട്ടുണ്ട്, മാംഗോ ജ്യൂസിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ഈ മാതള നാരങ്ങയില്ല. അപ്പോൾ അത് കളർഫുള്ളാവും. 3 കളേഴ്സിൽ എനിക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പച്ച കളറാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേപ്പിലൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ കളർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഹെർഷീസിൻ്റെ സിറപ്പാണ്, സ്ട്രോബെറി സിറപ്പുണ്ട്. പിന്നെ ഫലൂഡ മിക്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. ഇതാണ് ഞാൻ ഉപയോഗിച്ച ഫലൂഡ മിക്സ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഫലൂഡ മിക്സാണ്. അപ്പം അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് കാണിച്ചില്ലേ, അപ്പോൾ അത് സെയിം ഉണ്ടാക്കിയത്. അത് ചില്ല് ചെയ്ത് തണുപ്പിച്ചതാണ്. പിന്നെ ഐസ്ക്രീം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ലെയറിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റും ഒക്കെ അപ്പോൾ അതെങ്ങനെ ഒഴിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഐസ്ക്രീം, നല്ല കട്ടി ഉള്ള ഐസ്ക്രീം എന്ന് വെച്ചാൽ നമ്മൾ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കി വെക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിങ്ങനെ മുകളിൽ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രോബെറി സിറപ്പുണ്ട്, സിറപ്പ് ഇങ്ങനെ താഴേക്ക് ഒഴിക്കുക. താഴേക്കല്ല, ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആ സിറപ്പിൻ്റെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂൺ മാത്രം ഇടുക, 2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മെൽറ്റഡ് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഇങ്ങനെ സൈഡിലേക്ക് മാത്രം വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അത് ലെയർ കറക്റ്റായിട്ട് അതിൻ്റെ കാണണം. ഫലൂഡയുടെ ആ ഒരു എല്ലാ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ലെയർ കാണണം. പിന്നെ നമ്മുടെ ഫലൂഡ സേവ് അത് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നെ ആപ്പിളിൻ്റെ കസ്കസ് റെഡിയാക്കി വെച്ചത് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സ്പൂണും കൊണ്ടൊന്ന് നികത്തി ആ ഒരു 1 സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ലെയർ ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സാണ് പിന്നെ ഞാൻ ഇടുന്നത്. കളർഫുള്ളായിട്ടുള്ള എല്ലാ കളേഴ്സും ഇതിനകത്ത് തന്നെയുണ്ട്. എന്നിട്ട് നമ്മുടെ ആ സേവ് ഒഴിച്ചു കൊടുക്കാം. വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ, സംസാരിക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ടല്ലേ. അപ്പം ഇനി കുറേശ്ശെ എന്താ പറയുക ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. സ്ട്രോബെറിയുടെ തന്നെ ഐസ്ക്രീമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. പിന്നെ പോമഗ്രാനറ്റ് എന്ന് വെച്ചാൽ മാതള നാരങ്ങയുടെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സ്, ഈ ഫ്രൂട്ട്സ് ഇത്രയും കഴിക്കുമ്പോഴത്തേന് തന്നെ വേറെ നിറയും കേട്ടോ. പിന്നെ മാംഗോ ജ്യൂസിലെത്ത് പിന്നെ ഇങ്ങനെ നികത്തി കൊടുക്കാം. പിന്നെ നമ്മുടെ അഗെയിൻ ഈ പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് എൻ്റെ ഈ ഗ്ലാസ് വളരെ ചെറുതായിപ്പോയി. അപ്പം ഇച്ചിരി വലിയ ഗ്ലാസ് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ലെയറിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഗ്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ പൈപ്പിങ്ങിൽ നല്ലൊരു പൈപ്പിങ് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഐസ്ക്രീം ഇങ്ങനെ നല്ലതായിട്ട് ചുറ്റിച്ചെടുക്കുക. ഇച്ചിരി കട്ടിയുണ്ട് എന്ന് വെച്ചാൽ പൈപ്പിങ്ങിൽ നിന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വയ്ക്കുക. ഭയങ്കര ഹാർഡാണ്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക അതിലേക്ക് ഇങ്ങനെ വീഴാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പം ഓൾറെഡി എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒലിച്ചു തുടങ്ങി. ഇച്ചിരി ചൂടുള്ള സമയമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് സ്ട്രോബെറി ഒരെണ്ണം എടുത്ത് എൻ്റെ മുകളിലേക്ക് വയ്ക്കുക, അലങ്കരിക്കുക ഇഷ്ടമുള്ള രീതിയിൽ. ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിക്കുക. അപ്പം എൻ്റെ അടിപൊളി ഫലൂഡ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് സ്പെഷ്യലാണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി സംഭവമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കമൻറ്റ് പറഞ്ഞു തരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ദെൻ. ബൈ ബൈ.